നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ജില്ലാ പഞ്ചായത്താക്കി തൃശൂരിനെ മാറ്റുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. വയോധികർ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഒരു സിവിൽ സർവീസ് ജേതാവ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ജില്ലാ പഞ്ചായത്താക്കി തൃശൂരിനെ മാറ്റുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാചകപ്പുര ഊട്ടുപുര കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സമേധം പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. കുട്ടികളെ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് നൽകി ലോകത്തിനു മുൻപിൽ മാതൃകയാക്കാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും വിദ്യാഭ്യാസം എന്നത് പാഠ്യവിഷയങ്ങൾ സ്വായത്തമാക്കുക എന്നതിനപ്പുറം സംസ്കാരം, മനുഷ്യത്വം, വ്യക്തിത്വം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ നേടിത്തരുന്ന ബൃഹത്തായ പ്രക്രിയ കൂടിയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചില സ്കൂളിലൊക്കെ പോയി നാളെ കുറിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് കയറുമ്പോൾ 5ാം ക്ലാസ്സിലൊന്ന് വീണ്ടും പഠിച്ചാലോ എന്ന് കൊതി തോന്നും വിധം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പുത്തൻ കെട്ടിടങ്ങളും അറിവുകളും സമ്പാദിക്കപ്പെടുന്ന ഒരു കാലം. ഞങ്ങളെല്ലാം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ടീച്ചറുടെ ചോക്കും ചൂണ്ടുവിരലും ടെസ്റ്റ് ട്യൂബാണെന്ന് കരുതി പോകുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് ലബോറട്ടറികൾ ഉണ്ടാകുന്നത് സയൻസ് വിഷയങ്ങളിൽ മാത്രമല്ല, ഭാഷാ വിഷയങ്ങൾക്ക് ലൈബ്രറികൾ ഉണ്ടാകുന്ന, ലബോറട്ടറികൾ ഉണ്ടാകുന്ന ശ്രദ്ധേയമായ ഒരു കാലത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസമല്ല പൊതുവിദ്യാഭ്യാസം കൂടി മാറി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. 1 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പാചകപ്പുര, ഊട്ടുപുര എന്നീ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇ.ടി. ടൈസൺ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.എം. അഹമ്മദ്, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ.എസ്. ജയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, അധ്യാപകർ, പി.ടി.എ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കത്തിക്കുത്ത് കേസിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയടക്കം 2 പേർ അറസ്റ്റിലായി. താന്യം തോട്ടാഞ്ചിറപ്പറമ്പിൽ ആദിത്യകൃഷ്ണ, പെരിങ്ങോട്ടുകര തൈവളപ്പിൽ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ പ്രതികളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ചേർന്ന് താന്യം സ്വദേശിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ആദിത്യകൃഷ്ണ അടിപിടി കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO A.S. സരീൻ, SI M. അഫ്സൽ, GSI-മാരായ കൊച്ചുമോൻ, രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 മുതൽ 4 വരെ ലുണ സെന്ററിൽ വെച്ച് നടക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ആദ്യ വിൽപ്പന നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, താന്യം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ താന്യം കൃഷി ഓഫീസർ KR രൺദീപ്, കൃഷി അസിസ്റ്റന്റ് ഗോപാലകൃഷ്ണൻ V എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയേക്കാൾ 10% വില കൂടുതൽ നൽകി പ്രാദേശിക കർഷകരിൽ നിന്നും സംഭരിക്കുകയും പൊതുവിപണിയേക്കാൾ 30% വിലക്കുറവിൽ പച്ചക്കറികൾ വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേരള ആഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും വിപണിയിൽ വിൽപ്പനയ്ക്കുണ്ട്. വയോധികർ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ മോഷണം നടത്തിയയാൾ അറസ്റ്റിൽ. തളിക്കുളം പുതിയങ്ങാടി 1-ാം കല്ലിലുള്ള വീടിന്റെ പിൻവശത്തെ വാതിൽ തള്ളി തുറന്ന് കയറി മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന 10,000 രൂപയും 3,000 രൂപ വില വരുന്ന വസ്ത്രങ്ങളും മോഷ്ടിച്ച കേസിൽ തളിക്കുളം CSM സ്കൂളിനടുത്തുള്ള മണിക്കാട്ടുപടി വീട്ടിൽ സിജിൽ രാജ് എന്ന 22 വയസ്സുള്ള സുലൈഹിനെയാണ് റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 25-ന് പുലർച്ചെ 2-നായിരുന്നു മോഷണം. 26-ന് രാവിലെ പിൻവശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് പണവും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. SHO K. അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ CN എബിൻ, GSI സജയൻ, CPO-മാരായ അലി, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്.
എടതുരുത്തിയിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്രയ്ക്കിടെ മദ്യലഹരിയിൽ പ്രശ്നമുണ്ടാക്കിയയാളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എടതുരുത്തി പൈനൂർ സ്വദേശി ഞാറ്റുവെട്ടി മനോജാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പൂക്കോട്ട് പല്ലാമ്പലം ഭാഗത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിൽ മദ്യലഹരിയിൽ കയറിച്ചെന്ന് ഗണേശ വിഗ്രഹത്തിൽ കേടുപാടുകൾ വരുത്തുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI സുധീഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്റർ ഓണാഘോഷവും പരിചരണത്തിലുള്ള രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണോദ്ഘാടനവും നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫിസിയോതെറാപ്പി ചികിത്സയിലുള്ള ദക്ഷാലക്ഷ്മിക്ക് കിറ്റ് നൽകി വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ലിങ്ക് സെന്റർ പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ഷാഹുൽ ഗ്രൂപ്പ് ഉടമ ഷാഹുൽ ഹമീദ്, ലിങ്ക് സെന്റർ രക്ഷാധികാരി രാംകുമാർ കാട്ടാനിൽ, എടമുട്ടം കേന്ദ്ര കൗൺസിൽ മെമ്പർ CR രാജീവ്, സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഭരതൻ, ട്രഷറർ CK ശിവരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചികിത്സയിലുള്ളവരും വോളണ്ടിയർമാരും സ്റ്റാഫും കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രവർത്തക സമിതി അംഗം ജോസ് തട്ടിലിന്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരവും തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. ജോയിന്റ് സെക്രട്ടറിമാരായ വിജയൻ മാണിക്കത്ത്, വിൻസെന്റ് വർഗീസ്, പ്രവർത്തക സമിതി അംഗം V നാരായണൻ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അവരുടെ ഓണവും അല്ലെങ്കിൽ അവരുടെ ജീവിതവും സമ്പുഷ്ടമാവട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയും നമുക്ക് ദൈവം തരുന്നതാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ബൈബിളിൽ. നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇത് അവർക്ക് കൊടുക്കാനും നമുക്കൊരു അർഹത ഉണ്ടാവണം, അല്ലാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കിട്ടുന്ന ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരാവണം, കൊടുക്കുന്ന ആൾക്കാരും അതിന് അർഹതയുള്ള ആൾക്കാരായിരിക്കണം. അപ്പം അത് വളരെ സമ്പൂർണ്ണമായിട്ട് ഇടചേർന്നുകൊണ്ട് നിൽക്കുകയാണ്. SNDP യോഗം വാടാനപ്പള്ളി ശാഖയിൽ ശ്രീനാരായണ കലോത്സവവും കവിയത്രിയെ ആദരിക്കലും നടത്തി. SNDP യോഗം വാടാനപ്പള്ളി ശാഖ നടത്തിയ ശ്രീനാരായണ കലോത്സവം വാടാനപ്പള്ളി ദേവീക്ഷേത്രം ഹാളിൽ അരങ്ങേറി. ശാഖയിൽ നിന്നും 80-ലധികം കലാകാരന്മാരും കലാകാരികളും പങ്കാളികളായി. ഉദ്ഘാടന സമ്മേളനം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് രവി ചേർക്കര അധ്യക്ഷനായി. ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി. കവിയത്രി ഉഷ രവീന്ദ്രനെ ഗുരുദേവ പുരസ്കാരവും പൊന്നാടയും നൽകി ആദരിച്ചു. സെക്രട്ടറി നാരായണ ബാബു, ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ CP ജയപ്രകാശ്, കൺവീനർ CV സുനിൽകുമാർ, KA രാഹുലൻ, ബാലാജി CD, പവിത്രൻ തറയിൽ, സുഗതൻ IK, വിപുനാഥ് VK, ജയരാജൻ VS, അനിൽകുമാർ CB എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിൽ പങ്കെടുത്തവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു. ഈ ഓണാഘോഷ പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ വാടാനപ്പള്ളി നോർത്ത് ധീവര മരണാനന്തര സഹായി സമിതി വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. KK ചന്ദ്രാംഗതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ശിവശങ്കരൻ ചോഴീരകത്ത് അധ്യക്ഷനായി. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അർഹരായ നിർധന കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. ശ്രീദേവി അജിത്, സെക്രട്ടറി KV മോഹനൻ, ട്രഷറർ ശിവദാസ് കാളിരകത്ത്, രക്ഷാധികാരി IP പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് അവരെ ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ നല്ല ചാനലുകളിൽ വ്യക്തമായിട്ടും ഈ പരിപാടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് സമയത്താണ് കാണുന്നത്? വ്യത്യസ്തമായി തുമ്പപ്പൂ കൃഷിയുമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ശിവഗംഗ KLG അംഗങ്ങൾ. തുമ്പപ്പൂ കൃഷി ചെയ്യുന്നത് ജില്ലയിൽ ആദ്യമായാണ്. തുമ്പപ്പൂ കൃഷി ചെയ്യുന്നതിലൂടെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കാൻ ശിവഗംഗ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. തുമ്പപ്പൂ കൂടാതെ ചെണ്ടുമല്ലി കൃഷിയും ശിവഗംഗ അംഗങ്ങൾ നടത്തുന്നുണ്ട്. ശിവഗംഗ അംഗങ്ങളായ സുജാത ഇഞ്ഞിക്കാട്ട്, വസന്തമണി, ഷീന കോന്നാടത്ത്, CDS മെമ്പർ ബേബി രതീഷ്, കമല ധർമ്മൻ, വസന്ത പ്രേമൻ എന്നിവർ കൃഷിക്ക് നേതൃത്വം നൽകി.
വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KS സിൻകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ T ശങ്കരനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, മുൻ വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമടത്തിൽ, ക്ലബ്ബ് സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ട്രഷറർ സുധീഷ് മാധവൻ, ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരുദ്ര ബിജിത്ത്, സെക്രട്ടറി ശിവാനി സിൻകുമാർ, ട്രഷറർ ശ്രേയ നസ്രി, നിഹാരിക റലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ KK ഗോപി, TK മധു, അമൃത ജയപ്രകാശ്, ക്ലബ്ബ് കോർഡിനേറ്റർമാരായ പ്രവീൺജിത്ത് കൊണ്ട്രപ്പശ്ശേരി, സുപ്രിയ മോഹൻ റോയ് എന്നിവർ നേതൃത്വം നൽകി. ഒരു ഓലക്കോടൊക്കെ പിടിച്ചു വരുന്ന നമ്മുടെ സത്യം പറഞ്ഞ ഒരു പ്രാകൃതമായ വേഷം. യഥാർത്ഥ മാവേലി ഇപ്പൊ എല്ലാവരും കാണിച്ചു തുടങ്ങിയെന്നൊരു സന്തോഷമുണ്ട്. അപ്പൊ ഒരു മാവേലിക്ക് പകരം ജീവിച്ചിരിക്കുന്ന നമ്മൾ അറിയുന്ന എത്രയോ ഒരു 320 വർഷം മാത്രം പഴക്കമുള്ള ഒരു മഹനീയ കലാരൂപത്തെ കൊണ്ടാണ് ഇന്നിവിടെ ഭദ്രദീപം തെളിയിച്ചത്. എന്ന് വെച്ചാൽ മണലൂർ ഗോപിനാഥ് അല്ല ഇവിടെ ഭദ്രദീപം തെളിയിച്ചത്. ലയൺസ് ക്ലബ്ബ് വാടാനപ്പള്ളിയുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇന്ന് ഭദ്രദീപം തെളിയിച്ചത് സാക്ഷാൽ കലക്കത്ത് കുഞ്ചനമ്പ്യാരാണ്. ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ പൂക്കള മത്സരം നടത്തി. കാരമുക്ക് കുടുംബശ്രീ യൂണിറ്റ് ഒരുക്കിയ പൂക്കളം 1ാം സ്ഥാനം നേടി. മണലൂർ കുടുംബശ്രീ യൂണിറ്റിനാണ് 2ാം സ്ഥാനം.
തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 5ാമത് മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം സമർപ്പിച്ചു. സമാന്തര വിദ്യാഭ്യാസത്തിലൂടെ തീരദേശത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപകനും മായ കോളേജ് പ്രിൻസിപ്പലുമായ CA ആവാസ് മാസ്റ്റർക്കാണ് പുരസ്കാരം നൽകിയത്. CP ട്രസ്റ്റ് ചെയർമാനും വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ CP സ്വാലിഹ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി MS സലീം, രക്ഷാധികാരി അബ്ദുൽ ഗഫൂർ VC, ട്രഷറർ TV ശ്രീജിത്ത്, ബാപ്പു വലപ്പാട്, NV ഷൺമുഖരാജ്, അശോകൻ KC, ഹഫ്സത്ത് PC, പ്രേംലാൽ PR, നസീർ PM തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷമുണ്ട്. അത് എൻ്റെ കൈകൊണ്ട് കൊടുക്കാൻ സാധിച്ചത് അതിലേറെ സന്തോഷമാണ്. അത് നിങ്ങൾ ഇവിടുത്തെ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സ്നേഹത്തണലിലെ എല്ലാ അംഗങ്ങളോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകിച്ച് എല്ലാ അംഗങ്ങളോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. മാഷ് ഇനിയും മായ ട്യൂട്ടർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പാരന്റ് കോളേജൊക്കെ കംപ്ലീറ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷേ ഇപ്പോഴും ഗോഡ് ബ്ലെസ് മാഷിൻ്റെ നല്ല മനസ്സാണ്, ഇപ്പോഴും അത് നിലനിൽക്കുന്നു. വോട്ടുകൊള്ളയ്ക്കെതിരെ വോട്ടധികാർ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നൈറ്റ് മാർച്ച് നടത്തി. മാർച്ചിനു ശേഷം നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുംപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, ജയ സത്യൻ, രഹന ബിനീഷ്, മധു അന്തിക്കാട്, ബിന്ദു പ്രദീപ്, KR ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾക്ക് അവരുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ ആ വോട്ട് കട്ടുകൊണ്ടുപോകുന്ന BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ഈ സംഗമം നടത്തുന്നത്. ആ സംഗമത്തിന്റെ അവസാന ദിനമായ ഇന്ന് രാജ്യത്തെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ഒരേ സമയത്ത് ഒരേ മുദ്രാവാക്യം ഉയർത്തി രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഇത്തരം ഐക്യദാർഢ്യ പദയാത്രകൾ നടത്തുകയാണ്. തൃപ്രയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PG നായർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ട്രഷറർ C പ്രേംകുമാർ, ഫിനാൻസ് ചെയർമാൻ P മാധവ മേനോൻ, വൈസ് ചെയർമാൻ P ജനാർദ്ദനൻ, ജോയിന്റ് കൺവീനർ വിനു നടുവത്തേരി, മണി പടിപ്പുരയ്ക്കൽ, ഭൂപേഷ്, തുളസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രസ്റ്റിന് സ്വന്തമായി യാതൊരു വരുമാന മാർഗങ്ങളുമില്ല. നമ്മൾ ഭക്തരിൽ നിന്നും ട്രസ്റ്റിനോട് ആഭിമുഖ്യമുള്ള ആളുകളിൽ നിന്നും സ്വീകരിക്കുന്ന സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ആദ്യമായി തന്നെ നമ്മൾ ചെയ്തത് തൃപ്രയാർ ക്ഷേത്രത്തിലെ കൂത്തിനോടനുബന്ധിച്ച് നടക്കുന്ന മിഴാവ് എന്ന ഒരു ഉപകരണമുണ്ട്. അത് നിങ്ങൾ പലരും മിഴാവ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് കൂത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ആ മിഴാവിൻ്റെ സമർപ്പണം രാജ്യത്തെ പൗരന്മാരുടെ സമ്മതിദാന അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ANG ജെയ്ക്കോ, സുമേഷ് പാനാട്ടിൽ, CR അറുമുഖൻ, ബാബു കുന്നുങ്ങൽ, പ്രവീൺ രവീന്ദ്രൻ, കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, മണ്ഡലം ഭാരവാഹികളായ ഷിബു നെടിയിരിപ്പിൽ, രമേശ് പള്ളത്ത്, സജിത്രൻ തയ്യിൽ, ഗീത രാമദാസ്, ഡേവിസ് വാഴപ്പള്ളി, നൌഷാദ് ഇബ്രാഹിം, നളിനി മഞ്ജുഷ, രമേശ് ഭുവനേശ്വരി, MN സരള, CK പ്രസാദ്, EP തോമസ്, രാകേഷ് UR എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാപരമായ സ്ഥാപനം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെയൊക്കെ ഊട്ടിയുറപ്പിക്കാം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഭരിക്കുന്ന കക്ഷിക്കോ പ്രതിപക്ഷത്തിനോ യാതൊരുവിധ പക്ഷാഭേദവുമില്ലാതെ
നിഷ്പക്ഷമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃപ്രയാർ സേവാഭാരതി ഓണക്കോടി വിതരണം നടത്തി. നാട്ടിക തീരദേശ മേഖലയിൽ താമസിക്കുന്ന 50ഓളം അമ്മമാർക്ക് തൃപ്രയാർ സേവാഭാരതി ഓണക്കോടി വിതരണം ചെയ്തു. ഗൈനക്കോളജിസ്റ്റ് മിനി തമ്പി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് പ്രേംചന്ദ് പാനേഴത്ത് അധ്യക്ഷനായി. സാമാജികം കൺവീനർ സത്യരാജ്, സേവാഭാരതി ജില്ലാ സാമാജികം കൺവീനർ വാസുദേവൻ, സെക്രട്ടറി PV അരുൺ, 2ാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ, ഗജാൻജി മാലതി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് EK വിജയരാഘവൻ, ഷസ്ന ഷിതി, മുരളിരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷമാണ് ഇന്ന്. ഞങ്ങളുടെ ആശുപത്രിയിൽ ഓണാഘോഷമായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നത്. എന്നെ പെട്ടെന്നാണ് വിളിച്ചത്. അപ്പം പിന്നെ എന്തായാലും നമ്മുടെ തീരപ്രദേശത്തെ അമ്മമാരെ കൂടെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഓണക്കോടിയാണ് ഓർക്കുക അല്ലേ. ഐശ്വര്യം, നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ കേരള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണാഘോഷത്തിനൊക്കെ നമുക്ക് എല്ലാവരും അതേപോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാവുക അന്നത്തെ ദിവസം. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ സമൃദ്ധമായിട്ട് അന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇലയിട്ട് പലതരത്തിലുള്ള എല്ലാ വെറൈറ്റി കറികളും വെച്ച് സമൃദ്ധമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ന് ഒരുമിച്ച് ചേരുകയാണ് എല്ലാവരും അല്ലേ. നമ്മുടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് രോഗികൾക്കായുള്ള ഓണാഘോഷം ഓണനിലാവ് 2025 TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, എങ്ങടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ, ബ്ലോക്ക് മെമ്പർമാരായ ജൂബി പ്രദീപ്, CR ഷൈൻ, KB സുധ, വസന്ത ദേവലാൽ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, കലാ വി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS റജികുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണപ്പുടവ നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കരയാവട്ടം നോർത്ത് മഴവില്ല റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിന്ദ ആഷിഖ് ഉദ്ഘാടനവും കൂപ്പൺ നറുക്കെടുപ്പും നിർവഹിച്ചു. പ്രസിഡന്റ് അജയൻ കാളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജ്യോതി രവീന്ദ്രൻ, താജുദ്ദീൻ കാവുങ്ങൽ, സുരേഷ് വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, ഓണസദ്യ, അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികൾ എന്നിവ നടന്നു. വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണാഘോഷം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മാറ്റി വന്നു. അതിന് മുന്നേ വളരെ ഭംഗിയായിട്ട് നടത്തി. അതിനുശേഷം അസോസിയേഷൻ പരിപാടികൾ നടത്തി. പക്ഷെ എനിക്ക് സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് തന്നെ റെഡിയായതാണ് ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം ചേട്ടൻ വീട്ടിൽ വന്ന് ക്ഷണിച്ചു. കാലക്കുട്ടി തന്നെ അസോസിയേഷന്റെ പരിപാടിക്ക് വരണം എന്നുള്ളതും പറഞ്ഞിരുന്നു. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ ഓണം കളറാക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചപ്പോൾ തന്നെ മഹാബലിയെ വരവേറ്റുകൊണ്ട് നമ്മളൊരു പാട്ട് പാടണം. തീർച്ചയായിട്ടും ആ പറഞ്ഞ വാക്കുകളൊന്നും ചിലപ്പോ ഈ സമയത്ത് നടക്കുന്നത് യുവജന സമിതി പൊതുവായനശാല, ബാലവേദി, വനിതാവേദി, വയോജനവേദി, റെഡ്സ് ക്ലബ് മണലൂർ സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് CV ഷാജി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട്, വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടത്തി. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. TV ഭുവനദാസ്, KR അനിൽകുമാർ, സിന്ധു കാറ്റനേടത്ത്, KA അജീഷ്, MT താജൻ, അരുൺ ആനന്ദ്, KS അനിൽ, KA വിജീഷ്, ലൈബ്രറിയന്മാരായ ഷബ്ന രാജു, ഷിജി മഹേഷ് എന്നിവർ നേതൃത്വം നൽകി. അതിലെന്ത്
എല്ലാവർക്കും അങ്ങനെ കേട്ടാ മത്സരം ഉപ്പേരി പിന്നാലെ തന്നെ ഉണ്ട് ഉപ്പേരി അത് കട്ടക്ക് സർക്കാർ തൃപ്രയാർ ജാസ് ക്ലബിന്റെ 17ാമത് വാർഷികവും ഓണാഘോഷ കലാകായിക പരിപാടികൾ തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്ര സന്നിധിയിൽ നടന്നു. എന്നും ഈ പൊന്നോണം 2025 ഓണാഘോഷത്തിന്റെ ഭാഗമായി വടംവലി, കസേരയോട്ടം, സ്പൂൺ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ചാക്കുചാട്ടം എന്നീ വിവിധ മത്സരങ്ങൾ നടന്നു. നമ്മുടെ പ്രോത്സാഹനമാണ് അവരുടെ വിജയം. ജാസ് ക്ലബിന്റെ 17ാമത് വാർഷികാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്റ്റേജിലുള്ള ക്ലബിന്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, അതുപോലെ എക്സൈസ് മറ്റേ CO ഓഫീസറൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഇതുമായി നമ്മുടെ ക്ലബുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓണ ആശംസകൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു ക്ലബിൻ്റെ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ കായിക മത്സര രംഗത്ത് മാതൃക ഉയർത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ കായിക മത്സരം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സംഘടിപ്പിച്ചു പോകുന്നതിനും അതുപോലെ ക്ലബ്ബ് പ്രസിഡന്റ് സിബിൻ വടക്കൂട്ട് അധ്യക്ഷനായി. വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VS സുനിൽകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്ക് MLA ട്രോഫികൾ നൽകി. സമ്മാന കൂപ്പൺ പ്രകാശനവും നിർവഹിച്ചു. മേൽതൃക്കോവിൽ ശിവക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രാമു ചേർത്തേടത്ത്, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, സെക്രട്ടറി സന്ദീപ് CS, ട്രഷറർ സോണി C ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണാഘോഷ കലാപരിപാടികൾ അരങ്ങേറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി ശലാക ശിപായി മുഖ ഓണാഘോഷം 2025 ആഘോഷിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഭയങ്കര പ്രസക്തിയാണിപ്പോൾ. ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. കഥയെല്ലാം നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് ഇത്രയായിരുന്നു. വഴിവെക്കിൽ ട്രാൻസ്ഫോമറിന്റെ അടുത്തൊരു പോസ്റ്റിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ 70 വയസ്സുള്ള
ഒരു സ്ത്രീയാണ്. എനിക്ക് കാഴ്ച കുറവാണ്. എൻ്റെ ഒരു 50 രൂപ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. അംഗനവാടിയുടെ പുറകിലാണ് എൻ്റെ വീട്. ഇത്രയേ ഉള്ളൂ ആ കുറിപ്പ്. നമ്മളീ പറയുന്ന ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി എന്ന് വിളിക്കുന്ന ഒരുത്തൻ പയ്യൻ ബൈക്കിൽ പോകുന്നു, ഇത് കാണുന്നു, ഈ അംഗനവാടി വീട് അന്വേഷിച്ച് ആ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമായ ഒരു അമ്മാമ്മ, 70 വയസ്സുള്ള ഒരു അമ്മാമ്മ ഇറങ്ങി വരുന്നു. അപ്പം പറഞ്ഞു, അമ്മാമ്മയുടെ 50 രൂപ എനിക്കാണ് കിട്ടിയത്, ഞാൻ അത് കൊണ്ടുതരാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പം അമ്മാമ്മ പറഞ്ഞു, മോനെ 52ാമത്തെ ആളാണ് നീ. ഇപ്പോൾ ഈ 50 രൂപയും കൊണ്ടുവരുന്ന 52ാമത്തെ ആള് ആണ് നീ. പ്രസിഡന്റ് ധന്യ സ്വനേഷ് അധ്യക്ഷയായി. രാഷ്ട്രപതിയുടെ സേവാ മെഡൽ ജേതാവും തൃശൂർ ACPയുമായ സലീഷ്യൻ ശങ്കരൻ വിശിഷ്ടാതിഥിയായിരുന്നു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതി സ്വാമി, പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലെ ദിവ്യ ദന്തഗിരി, താന്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പർമാരായ ഷീജ സദാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ വൃദ്ധജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും സഹായം നൽകി. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി റോഷ് TR, ട്രഷറർ മിനി ബാബു, സദാനന്ദൻ കുണ്ടായിൽ, സലീഷ് കരിപ്പാറ, സോനീഷ് വേളേക്കാട്ട്, ശിവജി കൈപ്പുള്ളി, രാജു ചുള്ളിയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കിഷോർ അന്തിക്കാടിന്റെ സാക്സോഫോൺ മ്യൂസിക് പ്രോഗ്രാമും ആലിങ്ങലമ്മ അവതരിപ്പിച്ച വീരനാട്യവും മറ്റു ഓണാഘോഷ കലാപരിപാടികളും നടന്നു. തൃപ്രയർ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തിരുവോണ വിഭവ സമ്പാദ്യ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. സംഘം പ്രസിഡന്റ് PM ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. PD രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് രമ നിഖിൽ, ഡയറക്ടർമാരായ TV ശ്രീദേവ്, PK നന്ദനൻ, പ്രേംജിത്ത്, ബിനോയ്, കൃഷ്ണകുമാർ, TV ഷൈൻ, ഷീബ, ലല്ലു, ആഷിഖ്, സെക്രട്ടറി ചിത്രലേഖ എന്നിവർ പങ്കെടുത്തു. 200 പേർക്കാണ് ഓണക്കിറ്റ് നൽകിയത്. അരി, പലവ്യഞ്ജനങ്ങൾ, ആവശ്യമായ സ്റ്റേഷനറികൾ, ഉപ്പേരി, കായക്കുല കൂടാതെ ഓണസമ്മാനം എന്നിവയാണ് ഓണക്കിറ്റിൽ അടങ്ങിയിരിക്കുന്നത്. സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷം ഈ സംഘവുമായി സഹകരിച്ച എല്ലാ ഗുണഭോക്താക്കളെയും ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് ആരംഭിച്ചത് തന്നെ ഈ സൊസൈറ്റിയിലെ 5 ഡയറക്ടർമാർ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ മെമ്പർമാരായിരുന്ന സമയത്ത് വളരെ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽമേള അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെയും ഭാഗമായി കുടുംബശ്രീ സഹകരണത്തോടെയായിരുന്നു മേള. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ അതാത് പ്രദേശത്തുള്ള തൊഴിലന്വേഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. CC മുകുന്ദൻ MLA തൊഴിൽമേള ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, അന്തിക്കാട് പ്രസിഡന്റ് ജീന നന്ദൻ, ബ്ലോക്ക് മെമ്പർമാർ, ചാർജ് ഓഫീസർ അജിത് രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. മേളയിൽ 13 കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ തൊഴിൽദാതാക്കളായി പങ്കെടുത്തു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ വലിയൊരു ആശയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഒരാൾ നമ്മുടെ തൊഴിലന്വേഷിച്ച് മറ്റുള്ള സ്ഥലത്തേക്ക് പോകേണ്ടതില്ല എന്നാണ് നമ്മുടെ സർക്കാരിന്റെ തീരുമാനം. അതനുസരിച്ച് വിവിധ മേഖലയിൽ വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തിപ്പോഴാണ് ഇവിടെ പറഞ്ഞിട്ട് 13 സ്ഥാപനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രം രക്ഷാധികാരികളും അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് ഓണാഘോഷം നടത്തി. ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒത്തുചേരാൻ കഴിയുന്നത് തന്നെ സ്വാമിയുടെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും പേർക്ക് ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ 700-ൽ പരം കുട്ടികളിവിടെ അധ്യാപനം നടത്തുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ മറ്റൊരു സാധാരണ ഇത്തരത്തിലുള്ള കലാവേദികളിലൊന്നും ഉണ്ടാവാത്തൊരു കാര്യം കൂടിയാണ്. ഇത്രയും പേര് ഇതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുമ്പോൾ അതോടൊപ്പം അവരുടെ കുടുംബങ്ങളും അതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുകയാണ്. ഈ ഒരു പ്രസ്ഥാനം ഇതൊരു ഒരു കലാകുടുംബമായിട്ട് കാണണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും എല്ലാ കുട്ടികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങൾ ഒരു വിഷയം പഠിച്ചു പോയി കഴിഞ്ഞാൽ
അത് പഠിച്ചങ്ങോട്ട് കഴിഞ്ഞു, എൻ്റെ പാർട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ഈ പ്രസ്ഥാനത്തിനോട് അങ്ങനൊരു ചിന്താധാര വെച്ച് പുലർത്തരുത്. പ്രിൻസിപ്പാൾ കലാനിലയം ഗോപി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി, PTA പ്രസിഡന്റ് ലിൻഡ വിനോദ്, PTA വൈസ് പ്രസിഡന്റ് തിലകൻ എന്നിവർ സംസാരിച്ചു. കഥകളി ചൊല്ലിയാട്ടവും വിവിധ കലാപരിപാടികളും നടന്നു. ഏകദേശം 14 അടി വലിപ്പമുള്ള പൂക്കളം ആകർഷകമായി. തൃപ്രയാർ ശ്രീവിലാസ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കളം മത്സരം, തിരുവാതിരക്കളി, ഓണപ്പാട്ട്, ഓണക്കളി, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, ഗാനമേള, കസേരക്കളി, വടംവലി മത്സരം എന്നിവയുണ്ടായി. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് വിളക്ക് കൊളുത്തി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ പങ്കെടുത്തവർക്ക് NES ചെയർമാൻ ശിവൻ കണ്ണോളി ട്രോഫികൾ വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. പവിത്രൻ അധ്യക്ഷനായ ചടങ്ങിൽ വത്സൻ, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ 82 ബാച്ചായ സുഗന്ധം ഗ്രൂപ്പ് ഓണാഘോഷം നടത്തി. പെരിഞ്ഞനം ലയൺസ് ഹാളിൽ നടന്ന ഓണാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. AR ശൈലജ അധ്യക്ഷയായി. സിനിമാ താരം അമ്പളി ഔസേഫ് മുഖ്യാതിഥിയായി. KC ജിഷ, VV സീമ, TG പ്രദീപ്, KM മനോജ്, MC രാജൻ, രാജീവ് പ്രശാന്ത്, ബാലചന്ദ്രൻ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും 1982 സ്കൂൾ ടോപ്പറായ ജ്യോതിലക്ഷ്മിയെയും ചടങ്ങിൽ ആദരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് IHDP ഉന്നതി സ്വദേശി കണക്കശ്ശേരി വീട്ടിൽ സോജിത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയും സുഹൃത്തുക്കളും ഓണക്കളി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ പ്രതി അവരുടെ പ്രകടനത്തെക്കുറിച്ച് കളിയാക്കുകയും അസഭ്യം പറയുകയും ഇതറിഞ്ഞെത്തിയ അതിജീവിതയുടെ അമ്മയെയും സഹോദരിയെയും ആക്രമിക്കുകയും ആക്രമണം തടയാനെത്തിയ കുട്ടിയെ മാനഹാനി വരുത്തിയെന്നുമാണ് കേസ്. സോജിത്ത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലെയും പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO R ബിജു, SI T അഭിലാഷ്, ASI വിപിൻ, GSCPOമാരായ സുനിൽകുമാർ, ജ്യോതിഷ് എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളത്. പെരിഞ്ഞനം DK സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപ്പു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം ഹേമലത രാജകുട്ടൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരി ആലേക്കാരൻ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ തറയിൽ, DK ഫൗണ്ടേഷൻ ചെയർമാൻ ഹരിലാൽ കോലാന്ദ്ര, ട്രസ്റ്റ് മെമ്പർ ഷൈനി ഹരിലാൽ, സ്കൂൾ മാനേജർ MT ഷീര എന്നിവർ സംസാരിച്ചു. ഏതോ വിദ്യാലയങ്ങളിലായാലും മറ്റു സംഘടനകളിലായാലും എല്ലാ തരത്തിലും വിവിധ വകുപ്പുകളിലൊക്കെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുന്നു. നമുക്കറിയാം, നമുക്ക് അല്ലേ ഓരോ ദുരന്തങ്ങൾ ഇപ്പം നമുക്കറിയാം, പ്രളയം വന്നു, കോവിഡ് വന്നു. ആ സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഓണാഘോഷം നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്തായിരുന്നു വയനാട് ദുരന്തം അല്ലേ. നമ്മൾ അന്ന് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരുന്ന ഫണ്ടൊക്കെ നമ്മൾ വയനാടേക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ത്രിദിന ക്യാമ്പിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PK ഷീജിഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, കായികാധ്യാപകൻ TN സിജിൽ, ACPO നീതു, SPC CPO ബിജു മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു.
പെരിഞ്ഞനം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പെരിഞ്ഞനം ഇക്കോ ഷോപ്പിൽ ആരംഭിച്ച കർഷക ചന്ത E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.K. അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കരീം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ E.R. ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അംഗം C.P. ഉല്ലാസ്, കൃഷി ഓഫീസർ P.N. നാനു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ T.O. കുഞ്ഞില, അസിസ്റ്റന്റ്മാരായ അഖിൽ വി ദാസ്, K.S. സ്വാതികൃഷ്ണ, കൃഷിഭവൻ ജീവനക്കാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള BRC തളിക്കുളത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറും കുട്ടികളും എന്ന ഓണ പ്രോഗ്രാം അരങ്ങേറി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് K.C. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. BRC തളിക്കുളം BPC TV ചിത്രകുമാർ, വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, ഡയറ്റ് ഫാക്കൽറ്റി പ്രസി ടീച്ചർ, ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ, HM ഫോറം കൺവീനർ ഷാജു മാസ്റ്റർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണിലാൽ എന്നിവർ സംസാരിച്ചു. മാവേലിയും പുലിക്കളിയുമായി കളക്ടറെ BRC കുടുംബം വരവേറ്റപ്പോൾ കുട്ടികൾ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. BRCയിലെ കീർത്തി എന്ന കുട്ടിയുടെ രക്ഷിതാവ് തത്സമയം കളക്ടറെ വരയ്ക്കുകയും അദ്ദേഹത്തിന് സമ്മാനമായി അത് നൽകുകയും ചെയ്തു. കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. തിരുവോണനാളിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലിൽ നടത്തുന്ന തൃപ്രയാർ ജലോത്സവം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2-ന് CC മുകുന്ദൻ MLA ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് A, B എന്നീ 2 ഗ്രേഡുകളിലായി വള്ളംകളി മത്സരം നടക്കും. 20ഓളം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുകയെന്ന് സംഘാടക സമിതി ചെയർമാൻ PM മുഹമ്മദ്, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MLA-മാരായ മുരളി പെരുന്നല്ലി, E.T. ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ, K. വിഷ്ണുഭാരതീയ സ്വാമി, ഷൈൻ T. ഭാസ്കരൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാവും. മത്സരത്തിനു ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. തൃപ്രയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സംഘാടനത്തിൽ നടക്കുന്ന ജലോത്സവം പൂർണ്ണമായും ഇൻഷൂർ ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറി ബെന്നി തട്ടിൽ, കൺവീനർ PC ശശിധരൻ, ട്രഷറർ MV പവനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ കുടുംബ ആരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശംബരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി മരിയ, ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പാലിയേറ്റീവ് നഴ്സ് ഷബനി എന്നിവർ സംസാരിച്ചു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടും ഇതൊക്കെ അടക്കം ഏകദേശം ഒരു 18 കോടി രൂപയുടെ ബഡ്ജറ്റാണ് പഞ്ചായത്തിൻ്റെ ധനകാര്യ ചെയർമാൻ അവതരിപ്പിക്കുക. അപ്പോൾ ആ പദ്ധതി 18 കോടി രൂപയുടെ പദ്ധതി. ആ 18 കോടി രൂപയിൽ പദ്ധതികളൊക്കെ ഇങ്ങനെ വീതം വെച്ച് വരുമ്പോൾ ഏകദേശം ഒരു 12 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ഈ പാലിയേറ്റീവിനായിട്ട് പഞ്ചായത്ത് മാറ്റിവെക്കുന്നത്. അപ്പോൾ പാലിയേറ്റീവിനായിട്ട് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ഒരു ടീം തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവിൻ്റെ ഒരു നേഴ്സ് അടക്കമുള്ള ഒരു ടീം തന്നെ ഈ പാലിയേറ്റീവ് വിഭാഗത്തിന് വേണ്ടി പഞ്ചായത്ത് സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ജില്ലാ പഞ്ചായത്താക്കി തൃശൂരിനെ മാറ്റുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. വയോധികർ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.